അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാം ക്ലാസ്സിലെ 2025-26 വർഷത്തിൽ നടന്ന പാദ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറുകളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കൂടുതൽ വിഷയങ്ങളുടെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും കൂടാതെ പഠന ക്ലാസ്സുകളും ഈ ചാനലിൽ ലഭ്യമാണ്. നമുക്ക് ചോദ്യപേപ്പറിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിച്ചവ ചേർക്കാം എന്നതാണ്. യോജിച്ചവ ചേർക്കാം അഥവാ വലതുഭാഗത്ത് നൽകിയ വിഷയങ്ങൾക്ക് ഇടതുഭാഗത്ത് നൽകിയ വിഷയങ്ങളെ ചേർത്ത് നമ്മൾ യോജിപ്പിക്കണം. നമുക്കതിൻ്റെ ഉത്തരത്തോടു കൂടി നോക്കാം. 1. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് മഹാപണ്ഡിതൻ. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് മഹാപണ്ഡിതൻ. 2. കഴിക്കുന്ന ഭക്ഷണം ഹലാലും ത്വയ്യിബും ആയിരിക്കുക. കഴിക്കുന്ന ഭക്ഷണം ഹലാലും ത്വയ്യിബും ആയിരിക്കുക. 3. ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക. ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക. 4. ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ശ്വാസം വിടാതിരിക്കുക. ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ശ്വാസം വിടാതിരിക്കുക. 5. അയൽവാസികളെ സ്നേഹിക്കുക. അയൽവാസികളെ സ്നേഹിക്കണം. അയൽവാസികളെ സ്നേഹിക്കണം. 6. കുടുംബക്കാരെ സൽക്കരിക്കുക. കുടുംബക്കാരെ സൽക്കരിക്കുക. 7. ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പുക. ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പുക. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം 2 വീതം എഴുതണം. 2 വീതം എഴുതാം. 1. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ ലഭിക്കുന്ന ഗുണം. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ ലഭിക്കുന്ന ഗുണം. 1 നമുക്ക് നോക്കാം. റിസ്ക് വിശാലമാകും. ആയുസ് കൂടും. സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും. നമ്മളും അവനും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. റിസ്ക് വിശാലമാകും. ആയുസ് കൂടും. സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും. നമ്മളും അവനും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. ചോദ്യം 2. അയൽവാസിയോടുള്ള കടമകൾ. അയൽവാസിയോടുള്ള കടമകൾ. ഉത്തരം: അവരെ വേദനിപ്പിക്കാതിരിക്കുക. അവരെ വേദനിപ്പിക്കാതിരിക്കുക. അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക. അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക. അവരെ ബഹുമാനിക്കുക. അവരെ ബഹുമാനിക്കുക. അവരുടെ കുറവുകൾ മറച്ചു വെക്കുക. അവരുടെ കുറവുകൾ മറച്ചു വെക്കുക. അവർക്ക് ഗുണം ചെയ്യുക. അവർക്ക് ഗുണം ചെയ്യുക. അവരെ സന്ദർശിക്കുക. അവരെ സന്ദർശിക്കുക. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. ചോദ്യം 3. വിരുന്നിൻ്റെ മര്യാദകൾ. വിരുന്നിൻ്റെ മര്യാദകൾ. ഉത്തരം: പ്രസന്നഭാവത്തോടുകൂടി വിരുന്നുകാരെ സ്വീകരിക്കണം. പ്രസന്ന ഭാവത്തോടുകൂടി വിരുന്നുകാരെ സ്വീകരിക്കണം. വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുക. വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുക. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ്. ചോദ്യം 1. ആരാണ് നമ്മുടെ അയൽവാസികൾ? ആരാണ് നമ്മുടെ അയൽവാസികൾ? ഉത്തരം: നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവരാണ്. നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവരാണ് അയൽവാസികൾ. ചോദ്യം 2. ആരാണ് കുടുംബക്കാർ? ഉത്തരം: നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ്. നമ്മുടെ ഉമ്മയുമായോ ഉപ്പയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. ചോദ്യം 3. എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത്?
എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത്? ഉത്തരം: അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും. അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് ജീവിക്കാനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അതിനു വേണ്ടിയാണ് നാം ഭക്ഷണം കഴിക്കുന്നത്. ചോദ്യം 4. തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ എന്ത് ചൊല്ലണം? തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ എന്ത് ചൊല്ലണം? ഉത്തരം: ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു. ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം: സ്വന്തം കുടുംബക്കാരുടെ പേരുകൾ കള്ളിയിൽ എഴുതാം. നമ്മുടെ കുടുംബത്തിലുള്ള പേരുകൾ കള്ളിയിൽ എഴുതണം. ഇവിടെ പേര് എഴുതാതെ ആരുടെ പേര് എന്ന് മാത്രമാണ് നൽകുന്നത്. അത് നോക്കി നമ്മൾ പേര് എഴുതേണ്ടതാണ്. മാതൃകുടുംബം അഥവാ ഉമ്മാൻ്റെ കുടുംബം. അവിടെ ആരുടെ പേര് എഴുതാം? ഉമ്മയുടെ പേര് എഴുതാം, ഉമ്മയുടെ ഉമ്മാൻ്റെ പേര് എഴുതാം, ഉമ്മയുടെ ഉപ്പാൻ്റെ പേര് എഴുതാം. പിന്നെ പിതൃകുടുംബം, ഉപ്പാൻ്റെ കുടുംബം. അവിടെ ആരുടെ പേര് എഴുതാം? ഉപ്പയുടെ പേര് എഴുതാം, ഉപ്പയുടെ ഉമ്മാൻ്റെ പേര് എഴുതാം, ഉപ്പയുടെ ഉപ്പാപ്പാൻ്റെ പേര് എഴുതാം, അല്ലെങ്കിൽ ഉപ്പയുടെ ഉപ്പാൻ്റെ പേര് എഴുതാം. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. 1. ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. 2. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ളൈഫഹു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യുക്രിം ളൈഫഹു. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. 1. ഇവിടെ ക്രമത്തിലില്ലാത്തതിനെ നമുക്ക് ക്രമത്തിലാക്കി എഴുതാം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. 2. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നമുക്ക് നേടാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.